നന്നായി പാചകം ചെയ്യുമ്പോൾ ഇടയ്ക്ക് റണ്ണൗട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. കിട്ടിയോ? ഇല്ലല്ലേ? അപ്പോൾ എന്തായാലും ജ്യോതി ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണ് നല്ല പാലപ്പം. ഈ അപ്പത്തിൻ്റെ കൂടെ എന്തൊക്കെ കറി ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല വറുത്ത ചമ്മന്തിയാണ്. ഇന്ന് ചമ്മന്തി ഇല്ല, ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പം കരിയിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പം കരിഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അപ്പത്തിൻ്റെ കൂടെ എന്ത് കറിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രീതിയിലുള്ള വെജിറ്റബിൾ കറിയാണ്. വെജിറ്റബിൾ കറി അല്ല, വേറെന്തോ ആണ്. നല്ല അടിപൊളി സാമ്പാറാണ്, അതും വെറൈറ്റി സാമ്പാറാണ് ഇന്ന് ജ്യോതി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ രാവിലെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് അങ്ങ് തീർന്നു പോയി. നമ്മുടെ വീട്ടിനടുത്തുള്ള ഹരിച്ചേട്ടൻ്റെ ഓട്ടോയും പിടിച്ച് ഒരാൾ പോയിട്ടുണ്ട് ഗ്യാസ് എടുക്കാൻ. നല്ല മഴയുണ്ട് പുറത്ത്. ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് കുറച്ച് മീനൊക്കെ വാങ്ങിക്കണമെന്ന് പ്ലാനുണ്ട്. നല്ല മഴയും. മീൻ കിട്ടുന്നെങ്കിൽ വാങ്ങിക്കട്ടെ. പോയിട്ടുണ്ട് മീൻ വാങ്ങിക്കാൻ. ഞാൻ പുറകെ വിളിച്ച് 2 മുരിങ്ങയ്ക്ക വാങ്ങിക്കാനാണ് ഈ വിളിച്ചത്. തിരിഞ്ഞ് നിൽക്കുക. പിന്നെ വീട്ടിന് തൊട്ടടുത്ത് തന്നെ ഒരു മീൻ കടയുണ്ട്. അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടും. ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളതും. കുഴപ്പമില്ല. അതേ മീനും മുരിങ്ങയ്ക്കയും വന്നിട്ടുണ്ട്. ഇനി മീൻ കട്ട് ചെയ്യണം. അടിപൊളി നല്ല അയില. എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല. നല്ല അടിപൊളിയായിട്ട് കണ്ടിക്കണം അയില. കുറച്ച് ചെറിയ ചെറിയ ചെതമ്പലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ നമ്മൾ കഴുകി എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ സ്മെല്ല് ഒന്നും വരത്തില്ല. കണ്ടത് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും തക്കാളിയും പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നല്ലൊരു പച്ചക്കറിയാണ്. മുളക് മല്ലിയൊക്കെ വറുത്തുള്ള നല്ല പച്ചക്കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇലക്കറി. മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഫൈനലായിട്ടുണ്ട്. കടുവൊക്കെ വറുത്തൊഴിച്ച്. ഇന്ന് ഒരുപാട് കറികളൊന്നുമില്ല, പച്ചക്കാത്തോരനും. അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.